അപകോളനീകരണം. അപകോളനീകരണം എന്നാൽ ഉദ്ദേശിക്കുന്നത് കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാവുകയും പരമാധികാരം നേടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയ പ്രാഥമികമായി 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് നടന്നത്. അപകോളനിവൽക്കരണം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, അന്തർദേശീയ വിവിധ ഘടകങ്ങളാൽ നയിക്കപ്പെടുകയും പിന്തുണയ്ക്കപ്പെടുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനങ്ങൾ, ലോകമഹായുദ്ധങ്ങളുടെ ആഘാതം, വിദ്യാഭ്യാസം, സാംസ്കാരിക നവോത്ഥാനം തുടങ്ങിയവ അപകോളനിവൽക്കരണത്തിൻ്റെ പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയ മുഖ്യ ഘടകങ്ങളാണ്. കോളനിവൽക്കരിച്ച പ്രദേശങ്ങളുടെ തദ്ദേശവാസികൾ സ്വയം നിർണയത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്ന ശക്തമായ ദേശീയ പ്രസ്ഥാനങ്ങൾ വികസിപ്പിച്ചെടുത്തു. പ്രാദേശിക ദേശീയ നേതാക്കളും പ്രസ്ഥാനങ്ങളും ജനങ്ങളെ അണിനിരത്തുന്നതിലും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. മഹാത്മാഗാന്ധി, ഘാനയിലെ കോമ എൻക്രുമ, വിയറ്റ്നാമിലെ ഹോച്ചിമിൻ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകങ്ങളായി. അവർ ജനപിന്തുണ സമാഹരിക്കുന്നതിനും അപകോളനീകരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു. ഇനി കൊളോണിയൽ ശക്തികളുടെ പതനത്തിന് കാരണമായ പ്രമുഖ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും യൂറോപ്യൻ ശക്തികളെ സാമ്പത്തികമായും സൈനികമായും ദുർബലമാക്കി. കൊളോണിയൽ ശക്തികൾക്ക്, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ശേഷം കോളനികൾ പരിപാലിക്കുന്നതിന് ചെലവ് കൂടുതൽ ഭാരമായി. പല കൊളോണിയൽ ശക്തികളും തങ്ങളുടെ സാമ്രാജ്യത്വ സംരംഭങ്ങൾ തുടരുന്നത് സാമ്പത്തികമായി സുസ്ഥിരമല്ലെന്ന് കണ്ടെത്തി. രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടം കൊളോണിയലിസത്തിലുള്ള അന്താരാഷ്ട്ര മനോഭാവത്തിന് മാറ്റം സംഭവിച്ചു. ഐക്യരാഷ്ട്രസഭ പോലുള്ള സ്ഥാപനങ്ങൾ സ്വയം നിർണയാവകാശത്തിനും ദേശീയ പരമാധികാരത്തിനും ഊന്നൽ നൽകിയതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ വൻ ശക്തികളുടെ സമ്മർദ്ദവും കൊളോണിയൽ സാമ്രാജ്യങ്ങളുടെ പതനത്തിന് കാരണമായി. വർദ്ധിച്ച വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങളോടുള്ള സമ്പർക്കവും കൊളോണിയൽ ഭരണത്തെ വെല്ലുവിളിക്കാൻ കോളനിയിലെ ജനതയ്ക്ക് പ്രചോദനമായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെയും സ്വത്വങ്ങളുടെയും പുനരുജ്ജീവനം ഉണ്ടായത് തദ്ദേശീയരിൽ അഭിമാനബോധവും പ്രാദേശിക കാര്യങ്ങളിൽ നിയന്ത്രണം നേടിയെടുക്കാനുള്ള ആഗ്രഹവും വളർത്തി. അപകോളനിവൽക്കരണത്തിൽ ചിലയിടങ്ങൾ സുദീർഘവും അക്രമാസക്തവുമായ സംഘർഷങ്ങൾ സംഭവിച്ചു. ഫ്രാൻസിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള അൾജീരിയയുടെ യുദ്ധവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ കെനിയയുടെ മൗ പ്രക്ഷോഭവും ഉദാഹരണങ്ങളാണ്. ഈ സംഘർഷങ്ങൾ കൊളനിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ സ്വാതന്ത്ര്യം നേടാനുള്ള ദൃഢനിശ്ചയത്തെയും കൊളോണിയൽ ഭരണത്തിൻ്റെ സുസ്ഥിരമല്ലാത്ത സ്വഭാവത്തെയും എടുത്തു കാട്ടുന്നു. അന്തർദേശീയ പിന്തുണ ശൃംഖലകളും അപകോളനീകരണം സുഗമമാക്കി. ശീതയുദ്ധകാലത്ത് പാശ്ചാത്യ സോവിയറ്റ് സ്വാധീനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ ശ്രമിച്ച ചേരിചേര പ്രസ്ഥാനം പോലുള്ള വേദികൾ പുതുതായി സ്വതന്ത്രമായ രാജ്യങ്ങൾ പലപ്പോഴും പരസ്പര ശ്രമങ്ങൾ പിന്തുണയ്ക്കുകയും സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. അപകോളനിവൽക്കരണ പ്രക്രിയ ആഫ്രിക്ക, ഏഷ്യൻ, കരീബിയൻ, പസഫിക് എന്നിവിടങ്ങളിൽ നിരവധി പുതിയ ദേശീയ രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. കൊളോണിയൽ ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുമ്പോൾ കൊളനിവൽക്കരണത്തിൻ്റെ പൈതൃകം, സാമ്പത്തിക വെല്ലുവിളികൾ, രാഷ്ട്രീയ അസ്ഥിരത, സാമൂഹിക വിഭജനം എന്നിവയുടെ സ്വാധീനം പോസ്റ്റ് കൊളോണിയൽ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരുന്നു. ഇനി അപകോളനീകരണവുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിൽ നടന്ന കാര്യങ്ങളാണ്, ആഫ്രിക്കൻ ചിന്തകളെ പറ്റിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ആഫ്രിക്കയിൽ അപകോളനീകരണ പ്രക്രിയ നടന്നത്. ഈ കാലഘട്ടത്തിൽ ആഫ്രിക്കൻ ജനങ്ങൾ യൂറോപ്യൻ കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. അപകോളനിവൽക്കരണം പുതിയ ദേശീയ രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. അവ ഓരോന്നും കൊളോണിയൽ ഭരണത്തിൻ്റെ പൈതൃകങ്ങളുമായി ഏറ്റുമുട്ടി. കൊളോണിയൽ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ടതോ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ ആയ തദ്ദേശീയ സംസ്കാരങ്ങളും ഭാഷകളുടെ പാരമ്പര്യവും വീണ്ടെടുക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ആഫ്രിക്കൻ രാജ്യങ്ങൾ ശ്രമിച്ചു. ഈ സാംസ്കാരിക നവോത്ഥാനം ദേശീയ സ്വത്വവും ഐക്യവും വളർത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ചു. ആഫ്രിക്കയിലെ അപകോളനീകരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള സങ്കീർണവും ബഹുമുഖവുമായ ഒരു പ്രക്രിയയായിരുന്നു. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പുതുക്കിയ സ്വത്വബോധം കൊണ്ടുവന്നപ്പോൾ സാമ്പത്തിക സ്ഥിരത, സാമൂഹിക ഐക്യം, യഥാർത്ഥ സ്വയംഭരണം എന്നിവ കൈവരിക്കുന്നതിൽ ഭൂഖണ്ഡം കാര്യമായ വെല്ലുവിളികൾ നേരിട്ടു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിട്ടും പല ആഫ്രിക്കൻ രാജ്യങ്ങളും നിയോ കൊളോണിയലിസവുമായി പിടിമുറുക്കുന്നത് തുടർന്നു. അവിടെ മുൻ കൊളോണിയൽ ശക്തികളിൽ നിന്നും മറ്റ് ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം നിലനിൽക്കുന്നു. യഥാർത്ഥ സ്വയംഭരണത്തിനും തുല്യമായ വികസനത്തിനുമായി നടക്കുന്ന പോരാട്ടം ഒരു നിർണായക പ്രശ്നമായി തുടരുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്കും ജനങ്ങൾക്കും ഇടയിൽ ഐക്യദാർഢ്യത്തിനായി വാദിച്ച പാൻ ആഫ്രിക്കനിസത്തിൻ്റെ ഉദയവുമായി അപകോളനീകരണ പ്രസ്ഥാനത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെയും ആഫ്രിക്കൻ വംശജരെയും ആഗോള സമൂഹമായി ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക പ്രസ്ഥാനമാണ് പാൻ ആഫ്രിക്കനിസം. ഈ പ്രസ്ഥാനം ആഫ്രിക്കൻ ജനതയുടെ പൈതൃകവും സ്വത്വവും താൽപ്പര്യവും ഊന്നിപ്പറയുകയും ചരിത്രപരവും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ചൂഷണം, കൊളോണിയലിസം, വ്യവസ്ഥാപിത വംശീയത എന്നിവ കാരണം അവർ നേരിടുന്ന വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ പ്രവാസികളുടെയും ബുദ്ധിജീവികളുടെയും പ്രവർത്തകരുടെയും സ്വാധീനത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് പാൻ ആഫ്രിക്കനിസം വികസിച്ചത്. ഡു ബോയ്സ്, മർക്കസ് ഗാർവി, ക്വാമെ എൻക്രുമ, ഹൈസൽ സെലസി,
മാൽക്കം തുടങ്ങിയവർ പാൻ ആഫ്രിക്കനിസത്തിന്റെ തത്വശാസ്ത്രത്തിനും രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും സംഭാവനകൾ നൽകി. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ വംശജർക്കും ഇടയിലുള്ള രാഷ്ട്രീയ ഐക്യവും ഐക്യദാർഢ്യവും വളർത്തുക, ആഫ്രിക്കയിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയും വികസനവും വർദ്ധിപ്പിക്കുക, സാംസ്കാരിക നവോത്ഥാനത്തിനും ആഫ്രിക്കൻ പൈതൃകത്തിനും സ്വത്വത്തിനും വീണ്ടെടുക്കലിനും പ്രോത്സാഹനം നൽകുക, ആഫ്രിക്കയിലെ കൊളോണിസത്തിന്റെയും നവകൊളോണിസത്തിന്റെയും ഉന്മൂലനത്തിന് യത്നിക്കുക, ആഗോളതലത്തിൽ ആഫ്രിക്കൻ വംശജർക്ക് സാമൂഹിക നീതിയും സമത്വവും നേടിയെടുക്കുക എന്നിവ പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ പെടുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിൽ പാൻ ആഫ്രിക്കൻ കോൺഗ്രസുകൾ, ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി, അതിന്റെ പിൻഗാമിയായ ആഫ്രിക്കൻ യൂണിയൻ എന്നിവ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെയും പാൻ ആഫ്രിക്കനിസം കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ സ്വത്വം, വികസനം, പ്രവാസി ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകൾക്കും ഇത് രൂപം നൽകിയിട്ടുണ്ട്. പാൻ ആഫ്രിക്കനിസം ആഫ്രിക്കയിലുടനീളം ആഗോള ആഫ്രിക്കൻ പ്രവാസികൾക്കിടയിൽ സാമ്പത്തിക വികസനം, രാഷ്ട്രീയ ഏകീകരണം, സാംസ്കാരിക പുനരുജ്ജീവനം എന്നിവയ്ക്കുള്ള പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഇനി ആഫ്രിക്കൻ ചിന്തയുമായി ബന്ധപ്പെട്ട് ക്വാമി എൻക്രൂമയുടെ സംഭാവനകൾ നോക്കാം. ഘാനയിലെ പ്രമുഖ രാഷ്ട്രീയക്കാരനും വിപ്ലവകാരിയുമായിരുന്നു ക്വാമി എൻക്രൂമ. 1957 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായുള്ള ഘാനയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഘാനയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. പാൻ ആഫ്രിക്കനിസത്തിന്റെ മുൻനിര വക്താവായിരുന്നു എൻക്രൂമ. കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ആഫ്രിക്കയുടെ ഏകീകരണവും വിമോചനം ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഘാനയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു. അടിയുറച്ച ഒരു പാൻ ആഫ്രിക്കൻ വാദിയായിരുന്ന എൻക്രൂമ ആഫ്രിക്കൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് അശ്രാന്തമായി പ്രവർത്തിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൊളോണിയലിസം ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി രൂപീകരിക്കുന്നതിൽ 1963 രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. വ്യവസായവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവും ഉൾപ്പെടെ ഘാനയെ നവീകരിക്കുന്നതിനുള്ള സാമ്പത്തിക പദ്ധതികളും നയങ്ങളും എൻക്രൂമ നടപ്പിലാക്കി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഗണ്യമായ കടത്തിനും സാമ്പത്തിക വെല്ലുവിളികൾക്കും കാരണമായി. ആഫ്രിക്കയുടെ അപകോളനിവൽക്കരണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ആഫ്രിക്കൻ നേതാക്കളുടെ ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ദീർഘവീക്ഷണമുള്ള നേതാവായി എൻക്രൂമ ഓർമ്മിക്കപ്പെടുന്നു. ആഫ്രിക്കൻ ഐക്യത്തെയും സോഷ്യലിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളും രചനകളും ഭൂഖണ്ഡത്തിൽ ഉടനീളം രാഷ്ട്രീയ ചിന്തകളെ സ്വാധീനിച്ചു. ഇനി മറ്റൊരു സൈദ്ധാന്തികനായ എൻഗുഗി വാ തിയോങ്കോയെ പറ്റി. പ്രശസ്ത കെനിയൻ എഴുത്തുകാരനും അക്കാദമി വിദഗ്ധനുമായ എൻഗുഗി വാ തിയോങ്കോ കൊളോണിയലിസം, സംസ്കാരം, സ്വത്വം എന്നീ വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇംഗ്ലീഷിലും ഗിക്കുയു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയാണ്, ഗിക്കുയുവിലുമുള്ള കൃതികൾക്ക് പ്രശസ്തനാണ്. മിക്ക കൃതികളിലും അപകോളനീയവൽക്കരണത്തിൻ്റെ പ്രമേയം വിപുലമാക്കി വിശകലനം ചെയ്തിട്ടുണ്ട്. വീപ് നോട്ട് ചൈൽഡ് ആണ് ആദ്യ ശ്രദ്ധേയമായ കൃതി. കെനിയയിലെ 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള സംഘർഷവും കൊളോണിയലിസത്തിൻ്റെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനം വിവരിക്കുന്ന ദി റിവർ ബിറ്റ്വീൻ, മൗമോ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച എ ഗ്രെയിൻ ഓഫ് വീറ്റ്, സ്വാതന്ത്ര്യാനന്തര കെനിയയുടെ വിമർശനവും അഴിമതിയുടെയും നവകൊളോണിയലിസത്തിൻ്റെയും പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പെറ്റൽസ് ഓഫ് ബ്ലഡ്, ആഫ്രിക്കൻ സാഹിത്യത്തിൽ ആഫ്രിക്കൻ ഭാഷകളുടെ ഉപയോഗത്തിനായി വാദിക്കുന്ന ഉപന്യാസങ്ങളുടെ ശേഖരമായ ഡീകോളനൈസിംഗ് മൈൻഡ്, ആഫ്രിക്കൻ സാഹിത്യത്തിലെ ഭാഷയുടെ രാഷ്ട്രീയം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ രചനകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചനകൾ ഒന്ന് ബീപ് നോട്ട് ചൈൽഡ്, രണ്ടാമത്തത് റിവർ ബിറ്റ്വീൻ, മൂന്നാമത്തത് എ ഗ്രെയിൻ ഓഫ് വീറ്റ്, നാലാമത്തെ പെറ്റൽസ് ഓഫ് ബ്ലഡ്, മറ്റൊന്ന് ഡീകോളനൈസിംഗ് മൈൻഡ്. അപകോളനീകരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ സാംസ്കാരികവും ഭാഷാപരവും രാഷ്ട്രീയവുമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്നു. കൊളോണിയൽ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട ആഫ്രിക്കൻ സാംസ്കാരിക സ്വത്വങ്ങളെ വീണ്ടെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നു. കൊളോണിയൽ ശക്തികൾ ഇല്ലാതാക്കാനോ പാർശ്വവൽക്കരിക്കാനോ ശ്രമിച്ച തദ്ദേശീയ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും പുനരുജ്ജീവനത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചു. ആഫ്രിക്കൻ ഭാഷകളുടെ പ്രോത്സാഹനമാണ് എൻഗുഗിയുടെ ചിന്തയുടെ കേന്ദ്രവശം. കോളനൈസിംഗ് ദി മൈൻഡ് എന്ന ലേഖനത്തിൽ ഭാഷ സംസ്കാരത്തിൻ്റെ വാഹകരാണെന്നും അധികാരത്തിൻ്റെ ഉപകരണമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. കൊളോണിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ മേൽ കൊളോണിയൽ ശക്തികൾ അടിച്ചേൽപ്പിക്കുന്ന മാനസികവും സാംസ്കാരികമായ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും തകർക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ മനസ്സിനെ അപകോളനിവൽക്കരിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. കൊളോണിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ അന്തസ്സും സ്വയംഭരണവും സാംസ്കാരിക ജാഗ്രതയും പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യപ്പെടുന്ന ഒരു നിരന്തരവും ബഹുമുഖവുമായ പ്രക്രിയയാണ് മനസ്സിനെ അപകോളനിവൽക്കരിക്കൽ. കൊളോണിയൽ പ്രത്യയശാസ്ത്രങ്ങളെ നിരാകരിക്കുക, തദ്ദേശീയമായ അറിവുകൾ, ഭാഷകൾ, സാംസ്കാരിക രീതികൾ എന്നിവ വീണ്ടെടുക്കുക, കൊളോണിയൽ സ്വാധീനത്തിൽ നിന്ന് മുക്തമായ സ്വത്വബോധവും സ്വയംഭരണവും വളർത്തിയെടുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായവും കൊളോണിയൽ ഭാഷകളുടെ അടിച്ചമർത്തലും തദ്ദേശീയ സംസ്കാരങ്ങളെയും ഭാഷയെയും നിലനിർത്തുന്ന ഒരു മാനസിക കൊളോണിവൽക്കരണം നിലനിർത്തിയിട്ടുണ്ടെന്ന് എൻഗുഗി വാദിക്കുന്നു. സ്വത്വം വീണ്ടെടുക്കുന്നതിനുള്ള
ഒരു മാർഗ്ഗമായി ആഫ്രിക്കൻ ഭാഷകളുടെയും സാംസ്കാരിക സമ്പ്രദായങ്ങളുടെയും പുനരുജ്ജീവനത്തിനും ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹം വാദിക്കുന്നു. കൊളോണിയൽ ഭാഷയേക്കാൾ തദ്ദേശീയ ഭാഷകളുടെ ഉപയോഗത്തിനും പുനരുജ്ജീവനത്തിനും ഊന്നൽ നൽകുവാനും ഈ ഭാഷകളെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല അവയിൽ സാഹിത്യം, മാധ്യമങ്ങൾ, സ്കോളർഷിപ്പ് എന്നിവ സൃഷ്ടിക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. കല, സംഗീതം, നൃത്തം എന്നിവ മുതൽ പരമ്പരാഗത ഭരണ സംവിധാനങ്ങളും സാമൂഹിക ഘടനകളും വരെ ഉൾക്കൊള്ളുന്ന തദ്ദേശീയ വിജ്ഞാന സമ്പ്രദായങ്ങൾ, ചരിത്രങ്ങൾ, വീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക, കോളനിവൽക്കരിക്കപ്പെട്ടവരുടെ വീക്ഷണങ്ങളിൽ നിന്ന് ചരിത്രം തിരുത്തി എഴുതുക തുടങ്ങിയവയുടെ പ്രാധാന്യം എടുത്തുകാട്ടി കോളനിവൽക്കരിക്കപ്പെട്ടവരെ മഹത്വപ്പെടുത്തുന്ന കൊളോണിയൽ ആഖ്യാനങ്ങളെക്കാൾ തദ്ദേശീയരുടെ അനുഭവങ്ങളും പ്രതിരോധങ്ങളും സംഭാവനകളും ഉയർത്തിക്കാട്ടുന്നതിനും കോളനിവൽക്കരണത്തിൻ്റെ മാനസിക ആഘാതങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായ ആഖ്യാനങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഒരാളുടെ പൈതൃകത്തിൽ അഭിമാനം വളർത്തുന്നതും ആന്തരവൽക്കരിച്ച വംശീയത, അപകർഷതാബോധം തുടങ്ങി കൊളോണിയലിസത്തിൻ്റെ ആഘാതങ്ങളെ കുറിച്ചുള്ള വിമർശനാത്മക ബോധം വളർത്തിയെടുക്കുന്നതിനും ആയ ആഖ്യാനങ്ങൾക്കുള്ള പ്രാധാന്യത്തെ അദ്ദേഹം ബോധ്യമാക്കി. കൊളോണിയൽ അടിച്ചമർത്തലിൻ്റെ തുടർച്ചയായി അദ്ദേഹം വീക്ഷിക്കുന്ന ആഫ്രിക്കൻ വിദ്യാഭ്യാസത്തിലും സാഹിത്യത്തിലും ഉള്ള കൊളോണിയൽ ഭാഷകളുടെ, അതായത് ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച് മുതലായ ഭാഷകളുടെ ആധിപത്യത്തെ അദ്ദേഹം വിമർശിക്കുന്നു. ആഫ്രിക്കയിൽ പ്രാദേശിക ഭാഷകൾ ഒട്ടേറെ മൺമറയുന്നതിന് ഇംഗ്ലീഷ് ഭാഷാധിനിവേശം ഇടയാക്കി. ആഫ്രിക്കൻ കോളനിവൽക്കരണ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വാമൊഴികളെ പിന്തള്ളിക്കൊണ്ട് പഠന വകുപ്പുകൾ ഇംഗ്ലീഷ് ആധിപത്യം സ്ഥാപിച്ചു. ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആഫ്രിക്കൻ സംസ്കാരത്തെ പഠിപ്പിക്കുകയായിരുന്നു യൂറോപ്യർ ചെയ്തത്. ഇംഗ്ലീഷ് ഭാഷ എന്ന നിലയിൽ മാത്രമല്ല ഒരു സാംസ്കാരിക ചിഹ്നമായിട്ട് കൂടിയാണ് ആഫ്രിക്കൻ ജനതയ്ക്ക് മുമ്പാകെ നിന്നത്. ഓൺ അബോളിഷൻ ഓഫ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പ്രബന്ധത്തിൽ ആഫ്രിക്കൻ ഭാഷയ്ക്കും വാമൊഴിക്കും അത് അർഹിക്കുന്ന സ്ഥാനം നൽകേണ്ടതുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ആഫ്രിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ ഭാഷാശാസ്ത്രത്തിനും ഭാഷാ പഠനത്തിനും പ്രത്യേക വകുപ്പുകൾ ആരംഭിക്കണമെന്നും സാംസ്കാരിക തനിമകൾ കൈവിട്ട് കളയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ ചരിത്രവും സംസ്കാരവും ഇംഗ്ലീഷിൽ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്വാഹിലി പോലുള്ള പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കാൻ മുൻകൈയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഏഷ്യൻ അറേബ്യൻ സാഹിത്യവും സംസ്കാരവും അറിയുവാൻ ആഫ്രിക്കക്കാർക്ക് സാധ്യത സൃഷ്ടിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷിൽ എഴുതുന്നതിൽ നിന്ന് മാറി എൻഗുഗി മാതൃഭാഷയായ ഗിക്കുയിൽ എഴുതിക്കൊണ്ട് മാതൃക കാട്ടി. തദ്ദേശീയ ഭാഷകൾ എഴുതുന്നത് പ്രാദേശിക ജനതയെ ശാക്തീകരിക്കുകയും അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വാതന്ത്ര്യാനന്തര ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയോ കൊളോണിയൽ ഘടനയെ എൻഗുഗി വിമർശിക്കുന്നു. കൊളോണിയൽ ഭരണം വേറുറപ്പിച്ച സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ രാഷ്ട്രീയമായ അപകോളനീകരണം അപൂർണമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. വിഭവങ്ങളുടെ തുല്യമായ വിതരണവും ആഫ്രിക്കൻ ജനതയുടെ യഥാർത്ഥ സ്വയം നിർണ്ണയവും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സമഗ്രമായ പരിവർത്തനത്തെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആഫ്രിക്കക്കാരുടെ അവരുടെ പൈതൃകത്തിൽ നിന്ന് അകറ്റുന്നതും അവരുടെ സ്വന്തം സംസ്കാരങ്ങളെ താഴ്ന്നതായി കാണുന്നതിനും അവരെ വ്യവസ്ഥപ്പെടുത്തുന്നതിനും കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എൻഗുഗി വിമർശിക്കുന്നു. ആഫ്രിക്കൻ യാഥാർത്ഥ്യങ്ങൾ, ഭാഷകൾ, വിജ്ഞാന സമ്പ്രദായങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അദ്ദേഹം വാദിക്കുന്നു. കൊളോണിയലിസത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും കൂടുതൽ നീതിപൂർവമായ സാംസ്കാരികവും ആധികാരികവുമായ ഒരു ലോകത്തിനായി പരിശ്രമിക്കാനും അപകോളനിവൽക്കരണത്തെക്കുറിച്ചുള്ള എൻഗുഗി വാ തിയോങ്കോയുടെ നിരീക്ഷണങ്ങൾ പ്രേരണ നൽകുന്നു. കോളനിവൽക്കരണാനന്തര സമൂഹത്തിൽ സ്വത്വം, ഭാഷ, അധികാരം എന്നിവയെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. ഇനി ചിനു അച്ചബെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രശസ്ത നൈജീരിയൻ നോവലിസ്റ്റും കവിയും പ്രൊഫസറും നിരൂപകനുമാണ് ചിനു അച്ചബെ. തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന നോവൽ ആഫ്രിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ ആഫ്രിക്കൻ സ്വത്വം, കൊളോണിയലിസം, പരമ്പരാഗത ആഫ്രിക്കൻ സംസ്കാരവും പാശ്ചാത്യ സ്വാധീനം തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു. 1958 പ്രസിദ്ധീകരിച്ച തിങ്സ് ഫാൾ അപ്പാർട്ട് ഇഗ്ബോ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, സാമൂഹിക ഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു. പരമ്പരാഗത ആഫ്രിക്കൻ സംസ്കാരങ്ങളുടെ മേൽ പാശ്ചാത്യ മൂല്യങ്ങളും ക്രിസ്തുമതവും അടിച്ചേൽപ്പിക്കുന്നതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടൽ നോവലിൻ്റെ പ്രധാന വിഷയമാണ്. ഇഗ്ബോ സമൂഹത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഈ നോവൽ ചിത്രീകരിക്കുന്നു. സാംസ്കാരിക സ്വത്വങ്ങളുടെ സങ്കീർണതകളും തദ്ദേശീയ സമൂഹത്തിൽ ബാഹ്യശക്തികളുടെ ആഴത്തിലുള്ള സ്വാധീനങ്ങളും കൃതി പരിശോധിക്കുന്നു. ആഫ്രിക്കയിലെ ജനതകൾക്കിടയിൽ ദേശീയബോധം നടത്താൻ പ്രേരണയായ കൃതിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക റേസിസം ഇൻ കോൺട്രാഡ്സ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖനം. ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക റേസിസം ഇൻ കോൺട്രാഡ്സ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖനം ആഫ്രിക്കക്കാരെ വംശീയമായി ചിത്രീകരിക്കുന്ന ജോസഫ് കോൺട്രാഡിൻ്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന നോവലിൻ്റെ വിമർശനാത്മക വിശകലനം നൽകുന്നു. കോൺട്രാഡിൻ്റെ ചിത്രീകരണം ഹാനികരമായ വാർപ്പുമാതൃകളെ ശക്തിപ്പെടുത്തുകയും ആഫ്രിക്കൻ ജനതയെ അപമാനവീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അച്ചബെ വാദിക്കുന്നു. വ്യക്തിത്വവും മനുഷ്യത്വവും ഇല്ലാത്ത കിരാതന്മാരായി കോൺട്രാഡ് ആഫ്രിക്കക്കാരന്മാരെ ചുരുക്കുകയും അവരെ പലപ്പോഴും മുഖമില്ലാത്ത പിണ്ടങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതായി ആരോപിച്ചു. സ്വന്തം ചരിത്രവും സംസ്കാരവുമുള്ള മനുഷ്യരായി അവരെ അവതരിപ്പിക്കുന്നതിന് പകരം വ്യക്തിപരമായ സ്വത്വമില്ലാത്തവരും പ്രാകൃതരും മൃഗസമാനന്മാരുമായി അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് എന്നും ചിന്നു അച്ചബെ
അച്ചാബെ നിരീക്ഷിച്ചു. ആഫ്രിക്കക്കാരെ വിശേഷിപ്പിക്കാൻ ജോസഫ് കോൺറാഡ് അപകീർത്തികരമായ ഭാഷയും ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി അച്ചബ ചൂണ്ടിക്കാണിക്കുന്നു. കാടന്മാർ, നരഭോജികൾ തുടങ്ങിയ വാക്കുകൾ നോവലിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വംശീയ മനോഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ഇമേജറി ആഫ്രിക്കക്കാരെ മരുഭൂമിയോടും ഇരുട്ടിനോടും ബന്ധപ്പെടുത്തുന്നു. ആഫ്രിക്കയെ ഒരു പ്രാകൃതവും അപരിഷ്കൃതവുമായ സ്ഥലമെന്ന കൊളോണിയൽ സങ്കല്പങ്ങൾ ശക്തിപ്പെടുത്തുന്നു. യൂറോപ്യന്മാരും ആഫ്രിക്കക്കാരും തമ്മിൽ കോൺട്രാഡ് തികച്ചും വൈരുദ്ധ്യം അവതരിപ്പിക്കുന്നു. യൂറോപ്യന്മാരെ പ്രബുദ്ധരും നാഗരികരുമായും ആഫ്രിക്കക്കാരെ പ്രാകൃതരുമായി ചിത്രീകരിക്കുന്നു. ഈ സമീപനം ആഫ്രിക്കയിലെ യൂറോപ്യൻ ആധിപത്യത്തെ ന്യായീകരിക്കുന്ന കൊളോണിയൽ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ആഫ്രിക്കൻ മാനവികതയുടെ ചെലവിൽ യൂറോപ്യൻ കഥാപാത്രങ്ങൾ ഉയർത്താൻ ഇത്തരത്തിൽ ചിത്രീകരണങ്ങൾ ഉപയോഗിക്കാമെന്ന് അച്ചബെ വാദിക്കുന്നു. യൂറോപ്യൻ നായകനായ മാർലോയുടെ വീക്ഷണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന കഥാപരിപ്രേക്ഷ്യത്തെ അച്ചബെ വിമർശിക്കുന്നു. ഈ വീക്ഷണം ആഫ്രിക്കയെക്കുറിച്ചുള്ള വായനക്കാരൻ്റെ ധാരണയെ മാർലോയുടെ പക്ഷപാതിത്വവും മുൻവിധിയുള്ളതുമായ കാഴ്ചപ്പാടിലേക്ക് പരിമിതപ്പെടുത്തുന്നു. കൊളോണിയൽ മനോഭാവങ്ങളെ രൂപപ്പെട്ട ആഫ്രിക്കയുടെ ഏകപക്ഷീയവും വികലവുമായ ഈ ചിത്രത്തെ ഈ ആഖ്യാന തിരഞ്ഞെടുപ്പ് ശക്തിപ്പെടുത്തുമെന്ന് അച്ചബെ വാദിക്കുന്നു. നോവൽ ആഫ്രിക്കൻ ശബ്ദങ്ങളുടെ അഭാവത്തെക്കുറിച്ചാണ് അച്ചബെ പ്രധാന വിമർശനങ്ങളെന്ന്. ആഫ്രിക്കക്കാർക്ക് അവരുടെ സ്വന്തം ശബ്ദമോ വീക്ഷണമോ വളരെ അപൂർവമായി മാത്രമേ നൽകൂ. യൂറോപ്യൻ കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിലൂടെയാണ് ആഫ്രിക്കൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ആഫ്രിക്കൻ ശബ്ദങ്ങളുടെ ഈ നിശബ്ദത ആഫ്രിക്കൻ ഏജൻസിയെയും ആത്മനിഷ്ഠതയും നിഷേധിക്കുന്ന ഒരു കൊളോണിയൽ ആഖ്യാനത്തെ ദൃഢപ്പെടുത്തുന്നു. ആഫ്രിക്കയെക്കുറിച്ചുള്ള പാശ്ചാത്യ ധാരണകൾ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അച്ചബെ ഉറപ്പിച്ച് പറയുന്നു. വംശീയ മാതൃകകൾ ശാശ്വതമാക്കുന്നതിലൂടെയും അപമാനവീകരമായ ചിത്രീകരണങ്ങളിലൂടെയും പാശ്ചാത്യ മനോഭാവങ്ങളെയും നയങ്ങളെയും സ്വാധീനിക്കുന്ന തുടരുന്ന ആഫ്രിക്കയുടെ വികലവും വിനാശകരമായ പ്രതിച്ഛായയ്ക്ക് നോവൽ സംഭാവന നൽകിയെന്ന് അച്ചബെ വാദിക്കുന്നു. അപ്പോൾ ഇന്ന് സംസാരിച്ചത് അപകോളനിവൽക്കരണത്തെ പറ്റിയാണ്. അപകോളനിവൽക്കരണവും അതുമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള കാരണങ്ങൾ, പിന്നെ കൂടാതെ ആഫ്രിക്കൻ അപകോളനിവൽക്കരണ പ്രവർത്തനങ്ങൾ, അതിനകത്ത് ബന്ധപ്പെട്ട് 3 ആൾക്കാരുടെ സംഭാവനകൾ പരിശോധിച്ചു. ഒന്ന് ക്വാമി നക്രൂമ, രണ്ടാമതായിട്ട് എൻഗുഗി വാ തിയോങ്കോ, മൂന്നാമത് ചാനു അച്ചബ.